നമ്മുടെ സമൂഹത്തിൽ തിരുത്തപ്പെടേണ്ട ഒരുപാട് പ്രവണതകൾ സമൂഹത്തിലെ എല്ലാ വിഭാഗത്തിനിടയിലും കടന്നുകൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു പോളിടെക്നിക്കിൽ നിന്ന് കുട്ടികളെ പിടിച്ചു. അപ്പോൾ പലരും ഈ കുട്ടികളുടെ സംഘടന ഏതാണെന്ന് അന്വേഷിക്കുകയും അതിന്മേലുള്ള ചർച്ചയുമാണ്. അവരെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങളാണ്, വിദേശത്ത് നിന്ന് വന്നവരല്ല. ഈ നാട്ടിൽ ഉള്ള നമ്മളെപ്പോലുള്ളവരുടെ വീടുകളിൽ നിന്ന് വരുന്ന കുഞ്ഞുങ്ങളാണ്. അത് ഏത് സംഘടനയിൽപ്പെട്ടവരാണെങ്കിലും ഒരു സംഘടനയിൽപ്പെടാത്തവരാണെങ്കിലും അവരിതിൽ ഈ മയക്കുമരുന്നിൻ്റെ പിടിയിലേക്ക് പോകാൻ പാടില്ല. അത് തന്നെയാണ് ചലച്ചിത്ര ആര് ചാടി എന്താണെന്നുള്ളതല്ല. നമ്മുടെ സമൂഹത്തിൽ നിന്നും മയക്കുമരുന്നിൻ്റെ ഉപയോഗം തുടച്ചു മാറ്റണം, മദ്യാസക്തി തുടച്ചു മാറ്റണം. പുകവലി തന്നെ നമ്മുടെ കൂട്ടത്തിലും പുകവലിക്കുന്ന പലരുമുണ്ട്. അപ്പം അത് നിരുത്സാഹപ്പെടുത്തേണ്ടതാണ്. അപ്പം അതിനെന്ത് വേണമെന്നുള്ളതാണ് ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്, മുഖ്യമന്ത്രി തന്നെ മുൻകൈയെടുത്ത് പല യോഗങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വലിയ ഇടപെടൽ നടക്കുന്നു. മാധ്യമങ്ങൾ, രണ്ട് ദൃശ്യമാധ്യമങ്ങളുടെ പ്രതിനിധികൾ എന്നോട് സംസാരിച്ചു. നിങ്ങളുടെ ഒരു ദൃശ്യമാധ്യമത്തിൻ്റെ പ്രധാന നേതാവ് തന്നെ ശ്രീകണ്ഠൻ നായർ പറയുന്നുണ്ട്. അത് എൻ്റെ സുഹൃത്താണ്. അദ്ദേഹം ഒരു കേരള യാത്ര നടത്തുകയാണ്. വേറെ ഒന്ന് രണ്ട് ചാനലുകൾ എന്നോട് സംസാരിച്ചു. ഞങ്ങളുടെ ചാനൽ ഈ മയക്കുമരുന്നിനെതിരായിട്ട് ക്യാമ്പയിൻ നടക്കുന്നു. അപ്പോൾ ആ നിലയിൽ ഇതൊരു സാമൂഹ്യ പ്രശ്നമെന്നുള്ള തരത്തിൽ നമ്മൾ അഭിസംബോധന ചെയ്യണം. അതിന് പകരം ഇതിനകത്ത് വിവാദം, അയാൾ എന്ത് വേണം, അയാൾ ഇങ്ങനെ ചെയ്ത് ശരിയാണോ, പലരും ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിനൊരു പൊതു പ്രശ്നമായി കാണണം. കേരളം പോലുള്ളൊരു സംസ്ഥാനത്ത് വലിയ നവോത്ഥാന നായകനായിട്ടുള്ള അയ്യങ്കാളിയുടെയും പിന്നെ ശ്രീനാരായണ ഗുരുവിൻ്റെയും ചെപ്പൻ സ്വാമികളുടെയും ചാവറ കുര്യാക്കോസ് ഏലിയാസിൻ്റെയും മൊയ്തു മൗലവിയുടെയൊക്കെ നാടാണ്, വാഗ്ഭടാനന്ദൻ്റെ നാടാണ്. ഇവിടെ ഇതൊക്കെ സംഭവിക്കാൻ പാടുണ്ടോ? ഇല്ല. എന്നാൽ സംഭവിക്കുന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. എല്ലാം പിന്നെ ഒരു ഗ്രാമമായിട്ട് ലോകം മാറിയിരിക്കുന്നു എന്ന് പറയും, ഇല്ലേ? അപ്പോൾ ആ അർത്ഥത്തിൽ ഇതിനെ കാണണം. സംസ്ഥാന ഗവൺമെൻറ്റിന് ചെയ്യാൻ കഴിയുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതാണ് സംസ്ഥാന ഗവൺമെൻറ് ശുഷ്കാന്തിയോടുകൂടി ചെയ്യുന്നത്. ഇപ്പോൾ ഒരു പോളിടെക്നിക്കിൽ തന്നെ കുറ്റം ചെയ്തവരെ പിടികൂടിയത് അസാമാന്യമായ അന്വേഷണ പാഠവും പ്രകടിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ പോലീസ്. ആരും അവരെ അഭിനന്ദിച്ചില്ല. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്നാൽ വീടുകളിൽ, നമ്മുടെ വീടുകളിൽ നമ്മൾ കുഞ്ഞുങ്ങളോട് സമയം ചെലവിടുന്നുണ്ടോ? എങ്ങനെയായി കൊച്ചുകുട്ടികൾ തന്നെ ഇതിലേക്ക് വരുന്നത്? സമൂഹം എങ്ങനെ? സ്കൂളിലെ അന്തരീക്ഷം എന്താണ്? കളിക്കാൻ സമയം കിട്ടണം കുട്ടികൾക്ക്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ്. അപ്പോൾ ചലച്ചിത്ര താരത്തിൻ്റെ കാര്യത്തിൽ നിന്നാണ് തുടങ്ങിയത്. പക്ഷേ ഇത് ആ ചലച്ചിത്ര താരത്തിൻ്റെ ഒരു പ്രശ്നമല്ല, നമ്മുടെ സമൂഹത്തിൻ്റെ പ്രശ്നമാണ് എന്ന് കാരണം. ചലച്ചിത്ര താരങ്ങളെല്ലാം മാതൃകയാകേണ്ടവരാണ്. അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളതാണ്. സമൂഹത്തിലെ വ്യത്യസ്ത മേഖലകളിൽ ഉന്നത സ്ഥാനത്തിരിക്കുന്നവരെല്ലാം മാതൃക കാണിക്കേണ്ടതിന് പകരം അവരിത്തരം കൊസ്രാക്കൊള്ളിത്തരം കാണിക്കുന്നു എന്ന് വരുന്നത് അവമാനകരമാണ്. അത് അവരെ ആത്മവിശ്വാസം, അവർ യഥാർത്ഥത്തിൽ ഈ കുറ്റം ചെയ്തവരാണെങ്കിൽ, ഇപ്പം എനിക്ക് അതിന് 100% ആണെങ്കിൽ അവർ ആത്മവിശ്വാസം